തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വഴിവെച്ച് മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം സർക്കാരിനെതിരെ സിപിഎം ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. എഐഎഡിഎംകെയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് സിപിഎം തുറന്നടിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ ഭരണസഖ്യത്തിൽ പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. എഐഎഡിഎംകെയുടെ ഏതെങ്കിലും വിഭാഗത്തെ ഭരണസഖ്യത്തിന്റെ ഭാഗമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അത്തരമൊരു നീക്കം ജനവിധിയുടെ ആത്മാവിനോട് വഞ്ചനയായിരിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് രാഷ്ട്രീയം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ദീർഘകാലമായി സംസ്ഥാന രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന ഡിഎംകെയെയും എഐഎഡിഎംകെയെയും മറികടന്നാണ് വിജയുടെ ടിവികെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നത്. എന്നാൽ കേവല ഭൂരിപക്ഷം നേടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ദിവസങ്ങളോളം അനിശ്ചിതത്വം തുടരുകയും വിവിധ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുകയും ചെയ്തു. അവസാനം കോൺഗ്രസ്, സിപിഎം, സിപിഐ, വിസികെ, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണയോടെയാണ് വിജയ് സർക്കാർ അധികാരത്തിലെത്തിയത്. ബിജെപിയെയും അതിന്റെ സഖ്യകക്ഷികളെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന നിലപാടിലായിരുന്നു ഇടതുപക്ഷം. സംസ്ഥാനത്ത് വീണ്ടും തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഗവർണർ ഭരണത്തിനുള്ള സാഹചര്യമുണ്ടാകാതിരിക്കാനുമാണ് ടിവികെയെ പിന്തുണച്ചതെന്ന് സിപിഎം വ്യക്തമാക്കി. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിന് പിന്നാലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മെയ് 13 നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ് സർക്കാരിന് അനുകൂലമായി 144 എംഎൽഎമാർ വോട്ട് ചെയ്തപ്പോൾ അതിൽ 24 പേർ എഐഎഡിഎംകെ എംഎൽഎമാരായിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിച്ചാണ് ഇവർ വോട്ട് ചെയ്തതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഇതോടെ എഐഎഡിഎംകെയ്ക്കുള്ളിൽ കടുത്ത ഭിന്നത രൂപപ്പെട്ടു. പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി നൽകിയ വിപ്പ് മറികടന്നതിനാൽ വിമത എംഎൽഎമാർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി ഉണ്ടായേക്കാമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പിനു മുൻപ് വിജയ് വിമത എഐഎഡിഎംകെ എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തുവന്നതോടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവായി. ടിവികെയും എഐഎഡിഎംകെ വിമതരും തമ്മിൽ രഹസ്യധാരണയുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതാണ് സിപിഎമ്മിനെ കടുത്ത മുന്നറിയിപ്പിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിജയ് മുന്നോട്ടുവച്ച പുതിയ രാഷ്ട്രീയ സംസ്കാരം, സുതാര്യ ഭരണം, പഴയ രാഷ്ട്രീയ ശക്തികൾക്ക് ബദൽ എന്നീ വാഗ്ദാനങ്ങൾ എഐഎഡിഎംകെ ബന്ധത്തിലൂടെ തകരാനിടയുണ്ടെന്ന് സിപിഎം ആരോപിച്ചു. ജനങ്ങൾ ഡിഎംകെയെയും എഐഎഡിഎംകെയെയും ഒരുപോലെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ആ ശക്തികളിൽ ഒരാളുമായി സഹകരിക്കുന്നത് ജനവിധിയെ അപമാനിക്കുന്നതാണെന്നാണ് പാർട്ടിയുടെ നിലപാട്. തമിഴ്നാട്ടിൽ മാറ്റം ആഗ്രഹിച്ചാണ് ജനങ്ങൾ ടിവികെയ്ക്ക് വലിയ പിന്തുണ നൽകിയതും. പഴയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലേക്ക് മടങ്ങുകയാണെങ്കിൽ അതിന് ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സിപിഎം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ടിവികെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിജയ് സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ലെന്ന് ഡിഎംകെ നേതാക്കൾ വെല്ലുവിളിക്കുന്നതിനിടെയാണ് സിപിഎമ്മിന്റെ മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് സാഹചര്യം രൂപപ്പെടാമെന്ന സൂചനയാണ് ഡിഎംകെ പ്രവർത്തകർക്ക് മുന്നിൽ പാർട്ടി നേതൃത്വം നൽകുന്നത്. എം.കെ. സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള ഡിഎംകെ ഇപ്പോൾ സർക്കാരിന്റെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ടിവികെ സർക്കാരിന്റെ സ്ഥിരതയെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചാരണം ഡിഎംകെ ശക്തമാക്കിയിട്ടുമുണ്ട്. ഭരണസഖ്യത്തിനുള്ളിലെ ആശയവ്യത്യാസങ്ങൾ കൂടുതൽ രൂക്ഷമായാൽ അത് സർക്കാരിനെ ദുർബലപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. അതേസമയം വിജയ് ഇതുവരെ വിഷയത്തിൽ പരസ്യപ്രതികരണം നടത്തിയിട്ടില്ല. എഐഎഡിഎംകെ വിമത എംഎൽഎമാരുടെ പിന്തുണയെക്കുറിച്ചോ സിപിഎമ്മിന്റെ മുന്നറിയിപ്പിനെക്കുറിച്ചോ ടിവികെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ സർക്കാരിന്റെ നിലനിൽപ്പിനായി വിജയ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണെന്ന സൂചനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ വളരെ സങ്കീർണമായ രാഷ്ട്രീയ ഘട്ടമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഒരു ഭാഗത്ത് ബിജെപിയെ അകറ്റി നിർത്താനുള്ള സമ്മർദ്ദം, മറുഭാഗത്ത് ഭരണസ്ഥിരത ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ ആവശ്യകത, ഈ രണ്ടിനുമിടയിൽ തുലനം കണ്ടെത്തേണ്ട വലിയ വെല്ലുവിളിയാണ് വിജയ് സർക്കാരിന് മുന്നിലുള്ളത്. സിപിഎമ്മിന്റെ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ പരാമർശമല്ല, മറിച്ച് ഭരണസഖ്യത്തിന്റെ ഭാവിയെ നേരിട്ട് ബാധിക്കാവുന്ന നിർണായക ഇടപെടലാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടാകുകയാണെങ്കിൽ സർക്കാരിന്റെ ഭൂരിപക്ഷം തന്നെ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചൂട് വീണ്ടും ഉയരുകയാണ്. വിജയ് സർക്കാർ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഖ്യരാഷ്ട്രീയത്തിന്റെ സങ്കീർണ യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണഭാവിയെ നിർണയിക്കുമെന്ന് വ്യക്തമാണ്.